എന്താണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് എന്നതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. പാർക്കിൻസൺസ് രോഗം ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഇത് മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മൂവ്മെൻറ്റ് ഡിസോർഡർ നമ്മുടെ ശരീരത്തിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ്. പാർക്കിൻസൺസ് രോഗികൾ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുക വിറയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. മുഹമ്മദ് അലി പോലത്തെ ബോക്സേഴ്സിനൊക്കെ ഉണ്ടായിട്ടുള്ള രോഗമാണ്. അപ്പോൾ അങ്ങനെയാണത് കൂടുതൽ ഫേമസ് ആവുന്നത്. അപ്പോൾ ഈ അസുഖം വിറയൽ മാത്രമല്ല, രോഗിയുടെ ഈ പാർക്കിൻസൺസ് രോഗം ബാധിച്ച രോഗിയുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു അസുഖമാണിത്. അവരുടെ വിറയോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റിജിഡിറ്റി, ബ്രാഡിക്കൈനീസ്. ഈ 3 ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് പറയപ്പെടുക. ട്രെമർ അഥവാ വിറയലാണ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു രോഗലക്ഷണം. മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗമുള്ള ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഈ ഗ്ലാസ് വെള്ളം എടുക്കണം, അപ്പോൾ നമുക്ക് കൈ ഇങ്ങോട്ട് നീട്ടണം. ആ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റിജിഡിറ്റി, മസിലുകളെല്ലാം അല്ലാണ്ട് ടൈറ്റായി കൈയുടെ മൂവ്മെൻറ്റ് സാധാരണ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കൈയും കാലും ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രോഗമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത്. അവർക്ക് തീരെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ചില ആൾക്കാർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല. ഫ്രീസിങ് എന്നാണ് അതിന് പറയാം. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ രോഗികൾ. അപ്പോൾ പ്രധാനമായിട്ടും മെഡിക്കലാണ്, മരുന്ന് കൊണ്ടാണ് ഇത് ചികിത്സിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു നമ്മൾ പ്രധാനമായിട്ടും വിറയലാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം അത് തന്നെയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ മറ്റേത് ഇപ്പം ഈ ഗ്ലാസ് എടുക്കാൻ നേരത്തെ സ്ലോ മൂവ്മെൻറ്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ഒരാളിൽ ഈ പാർക്കിൻസൺസ് രോഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക? അത് പലർക്കും പല രീതിയിലാണ് വരിക. ചില ആൾക്കാർക്ക് വിറയലായിരിക്കും പ്രധാന രോഗലക്ഷണമായിട്ട് വരിക. ചില ആൾക്കാർക്ക് റിജിഡിറ്റി ആയിരിക്കും, ഈ സ്ലോനെസ്സും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് പ്രകടമായിട്ട് വരിക. ചില ആൾക്കാർക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് തുടങ്ങും, പിന്നെ അത് മറ്റേ സൈഡിലേക്കും വ്യാപിക്കും. ചില ആൾക്കാർക്ക് 2 സൈഡ് ഒരുപോലെ തുടങ്ങും. അതിപ്പം ഒരു പ്രത്യേക രോഗലക്ഷണം കൊണ്ടാണ് പേഷ്യൻ്റ് പാർക്കിൻസൺസ് രോഗാവസ്ഥയിലാണ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ ആ പേഷ്യൻറ്റിനെ ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ള കാര്യം. അല്ലാതെ കേട്ടുകേൾവി കൊണ്ട് മാത്രം നമുക്ക് ഇയാൾക്ക് പാർക്കിൻസൺസ് രോഗമാണെന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല. ഓക്കെ, നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്തായിരിക്കാം? ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലോകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഒരു ഡെത്ത് എൻഡ് ആണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ രോഗം. അപ്പം ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ രോഗം നമുക്ക് വരുന്നത്? പാർക്കിൻസൺസ് രോഗാവസ്ഥ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഒരു വലിയ കൂട്ടം ഓഫ് അസുഖങ്ങളെ നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പരിധിയിൽപ്പെടുത്താം. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്നത് ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് രോഗമാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ, സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഭാഗത്തുള്ള കോശങ്ങളാണ് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റുകളെ സ്മൂത്തൻ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ഞാൻ ഗ്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ കൈ ഇത്ര സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനും അത് തിരിച്ച് ഇങ്ങോട്ട് ആവാനും ഒക്കെയുള്ള ആ സിഗ്നലുകളെ സ്മൂത്താക്കുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ്റെ അഭാവം അത് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണമായിട്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇപ്പോൾ പ്രായം കൂടിയവരിലാണ് നമ്മൾ ഈ പാർക്കിൻസൺസ് രോഗം കണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏർലി ഏജസിലും ഈ രോഗം ഇപ്പോൾ ഉണ്ടോ? കൂടുതൽ ആൾക്കാരിൽ നമ്മൾ പ്രായം ചെന്ന ആൾക്കാരിലാണ് കാണുക. ഒരു 50-60 വയസ്സാകുമ്പോഴാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുതൽ കണ്ടുവരിക. പക്ഷേ എല്ലാം അങ്ങനെയല്ല. യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് രോഗികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നേരത്തെ തന്നെ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ വരാം. 30-കളിലും 40-കളിലും ഒക്കെ തന്നെ ഈ രോഗം വരികയും അത് അവരെ സംബന്ധിച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റീവ് ലൈഫാണ്. അവർ ഏറ്റവും ആക്റ്റീവായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മനിരതരാവേണ്ട ഒരു സമയമാണത്. ആ സമയത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ കാര്യം കൂടുതൽ കഷ്ടമാണ്. ഓക്കെ.